ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡിനിപ്പോൾ 400 കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ. ഒറ്റ റോഡാണ്, ഒരു രക്ഷയില്ല സംഭവം. ഒറ്റ റോഡാണ് നാഗ്പൂരല്ല, 400 കിലോമീറ്റർ ഒറ്റ റോഡാണ്. ഇവിടുന്ന് നാഗ്പൂർക്ക് ഒരു 200 കിലോമീറ്റർ ഇനിയും ഓടാണ്ട്. അപ്പോൾ നമ്മുടെ താൻസിറാണിയുടെ കൊട്ടാര കൊണ്ട് ഇറങ്ങിയുണ്ടാ. പിന്നെ ഡ്രൈവിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇതേപോലൊരു ധാബ കണ്ടപ്പോൾ നൈസായിട്ട് സൈഡാക്കിയാണ്ട ഫുഡ് അടിക്കാൻ വേണ്ടി. അതായത് ഈ ഡ്രൈവിങ്ങും നമ്മുടെ ഫുഡ് ഉണ്ടാക്കലൊന്നും ഒരുമിച്ച് നടപടിയാണല്ലോ കേട്ടോ. ഇവിടെയൊക്കെ സെറ്റാണ്. നമ്മുടെ ഷമീർ മച്ചാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടല്ല 6 റൊട്ടിയും അതുപോലൊരു എന്ത് ഗോപിയായിരുന്നു, എന്തൊരു ഗോപിയും പറയാനുണ്ട്. സെറ്റാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്തിട്ട് ഇതുപോലെ നല്ല അടിപൊളി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയേട്ടാ. സെറ്റാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചായയൊക്കെ തിളക്കാൻ വേണ്ടി ഒരുപാട് ടൈം പിടിക്കുന്നുണ്ട് കേട്ടാ. കാരണം നല്ല തണുപ്പാണ്. എൻ്റെ മുഖമൊക്കെ പോയി ആകെ സീനായി, കറുത്തുപോയി. കറക്കല്ല, ചെറിയ ചെറിയ പൊടി ഒരുമാതിരി എന്തോ പോലെ ഇരിക്കണം മൂക്കൊക്കെ. പിന്നെ അതുപോലെ ജലദോഷം പിടിച്ച്, ഈ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കണല്ലോ, അപ്പോൾ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതേപോലൊരു ശിവന്റെ സംഭവങ്ങളൊക്കെയാണ്. രസമാണ് നിൽക്കുന്നത് കാണാൻ വേണ്ടി. കാരണം ചുറ്റും പാടങ്ങളാണല്ലോ. നമ്മുടെ വണ്ടിയുടെ കോലം നോക്കിയേ, ആകെ ചളിയായി സീനായി. അതുപോലെ നമുക്കും അതേട്ടാ മൂക്കടപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരു വെള്ളം കുടിക്കാൻ നിർത്തിയാണ്. ഇവിടുത്തെ ലൈൻ ബസ്സാണ് കേട്ടോ കാണുന്നത്. അതുപോലെ ആ കാണുന്നതാണ് ഇവിടുത്തെ ഫാൻസി സ്റ്റോർ. ചെറിയ ചെറിയ കടകളാണ് ഒക്കെ. അപ്പോൾ महाराष्ट्र आंध्रा को कितना? 50. തെലുങ്കാന. അപ്പോൾ കോൾഡൊക്കെ അടിച്ച് സീനാണ്ട. ഇവിടെ ഒന്നും കോവിഡ് ഒന്നും ഇല്ലാന്ന് പറയണേ. ഇവിടുന്ന് തെലുങ്കാനയ്ക്ക്, അതായത് ആന്ധ്രയിലോട്ട് 50 കിലോമീറ്ററുകളുണ്ട്. ഇവിടെ നമ്മുടെ ഒരു മച്ചാണ്ട്, ഞാൻ അനിൽ ജോഷി. നല്ല കിട്ടില്ല ഒരു മച്ചാനാണ്ട, അടിപൊളി മച്ചാനാണ്. മച്ചാന് കേരളത്തിലോട്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ചായക്കടയിൽ ഇറങ്ങിയത് ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി. ഇവിടെ സമൂസ ഉണ്ട്. അതുപോലെ ഓ അമര ഗാവ് മേ, നമ്മുടെ നാട്ടിലുണ്ട് ടൊമാറ്റോ. ഓക്കെ, പാനിപൂരി. അപ്പൊ പാനിപൂരിയുടെ സാധനമൊക്കെയാണ്. ഇവിടെ ഒരു ട്രഡീഷണൽ മച്ചായിരിക്കുന്നുണ്ട്. ഹായ്, ഞാൻ बोयर. तुमको मलयाला आता? नहीं, कुछ नहीं आता इनको. मराठी, हिंदी मराठी. हम लोग मराठी नहीं है, थोड़ा. അപ്പൊ ഇവരോട് ഇരുന്നിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം ഇരിക്കുകയാണ്. നല്ല നൈസാണ് ഇവിടെ, അടിപൊളിയാണ്. മച്ചന്മാര് പറയുന്നത് ഫുള്ളായിട്ടൊന്നും മനസ്സിലാവൂല, എന്നാലും കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുകയുണ്ട്. അപ്പൊ ഓക്കെ, ബൈ പോലോ ഹമാരാ സബ്സ്ക്രൈബർ. ബൈ. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ യാത്ര ഇന്നിപ്പോ രാവിലെ എണീച്ച് തെലുങ്കാനയിലല്ലേ മച്ചാൻ നമ്മള്? തെലുങ്കാന. അപ്പൊ തെലുങ്കാനയെ കൂടെ വേണ്ട നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. ഒന്നാമത് കോൾഡൊക്കെ പിടിച്ച സീനാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊരു മൈൻഡും പോണ്.
ഇപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ്റെ കൃഷിയാണ് കേട്ടോ. ഒരു ചെറിയ അറിവ് എനിക്കിപ്പോൾ കിട്ടിയാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിൽ വന്ന് വീഡിയോ എടുക്കുവാണേ. കോട്ടൺ കൃഷിയാണ്. അപ്പോൾ വെറുതെ നോക്കിയാൽ കണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാൽ പഞ്ഞുണ്ട് അതിൻ്റെ മേളിൽ കംപ്ലീറ്റ്. ഇത് ദൂരം നോക്കാൻ നേരത്ത് ഇരിക്കണേ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച പോലെയൊക്കെയാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതേപോലത്തെ കൃഷി. ഇപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ പഞ്ഞി കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഒന്നാമത് ഇങ്ങോട്ട് ഇറങ്ങാൻ കാരണം കേട്ടോ. ഇവർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയതിൻ്റെ ബാക്കിയായിരിക്കണം, അല്ലെങ്കിൽ എടുത്തിട്ട് പോകുമ്പോൾ വീണതായിരിക്കണം. എന്താണെങ്കിലും റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരല്ലായിരിക്കും. ഇത് നോക്കിയേ, ഈ സാധനം അത് തന്നെയല്ലേ മച്ചാ? അതെ. അപ്പോൾ നമ്മുടെ കോട്ടൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണ്ടന്റുകളാണ് മിക്കവാറും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ റോഡ് ട്രിപ്പാണ് ഇനി ഞങ്ങൾ. അങ്ങനെ പറയാനായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് ട്രിപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് തരാം. ഹൈദരാബാദിലോട്ട് ഇനി ഹൈദരാബാദ് കിട്ടുന്ന കിലോമീറ്റർ हैदराबाद और कुछ नहीं जाएगा. हैदराबाद को कितने किलोमीटर? 75. അപ്പോൾ 180 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള കേട്ടാ അവിടെ ഹൈദരാബാദിലോട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഹൈവേയുടെ സൈഡിൽ തന്നെ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ സൈഡാക്കിയതാണ്. ഇവിടെ അല്ല ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദിൽ ദം ബിരിയാണി കഴിക്കാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ബിരിയാണി ഓർഡർ ചെയ്തിരിക്കണേണ്ട ഷമീർ മോച്ച എന്തൊക്കെ ഹലോ. അപ്പോൾ നമ്മുടെ ഒരു ഫുള്ളും അതുപോലെ ഒരു ഹാഫും ഉണ്ടാവും പറഞ്ഞേക്കണത്. മച്ചാനെ ഹാഫ് മതി എന്ന് പറഞ്ഞു. അടിപൊളിയാണ്ട. കാരണം കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ടേസ്റ്റിലെ ഫുഡ് കിട്ടി തുടങ്ങിയത്. ഇത് രാവിലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങിയേട്ടാ. സംഭവം നമ്മുടെ ഒറിജിനൽ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ മൂടൊന്നും വന്നിട്ടില്ല. എന്നാലും സീനില്ല, ബിരിയാണി അടിപൊളിയാണ്, ദമ്മാണ്, സെറ്റാണ്. ഞങ്ങളിതേ വല്ല ഹൈദരാബാദ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കിടില റോഡാണ് കേട്ടോ. അതായത് നമുക്ക് മാക്സിമം ഒരു 100-ലൊക്കെ പോവാം അവിടെ. നമ്മളിപ്പോൾ എത്രയല്ല 100-ലെത്തിയോ? 110. അപ്പം എന്തായാലും ഒരേ പൊടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റിയ റോഡാണ്, കാരണം ഒന്നുമില്ല നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒന്നുമില്ല റോഡിൽ. സംഭവം സെറ്റാണ്, നല്ല അടിപൊളി റോഡാണ്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓ ഗൈസ്, അപ്പോൾ നമ്മളിന്നിവിടെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ വന്നിട്ട് വണ്ടി സൈഡാക്കിയുണ്ട്. അതിൻ്റെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് മച്ചാൻ കിടന്ന് ഉറങ്ങണേണ്. വെറും ട്രാവലിംഗ് ആണ്. ഹലോ, എവിടെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ എന്തായാലും കിടന്ന് ഉറങ്ങാൻ പോണേ കേട്ടോ. വെറും ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടമാണ് ഓടിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് തന്നെ ടയേർഡാണ്. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും കേട്ടോ. ഒരുപാടായി ഞങ്ങൾ എനിക്ക് തോന്നുന്ന ഈ വീഡിയോ നാഗ്പൂറിൻ്റെയൊക്കെ ഒരുപാട് മുമ്പ് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല. നമ്മൾ ഈ പോണതും കാര്യങ്ങളും റോഡ് ട്രിപ്പും അതുപോലെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചതിൻ്റെ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. അപ്പം നമ്മുടെ ഷമീർ മച്ചാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ലവ് യു ഓൾ.